ഹലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിൻ്റെ അനാലിസിസ്, ഡിസൈൻ, അതേപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ലൈക്ക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സം. ഈ രണ്ട് രീതിയിൽ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള പോർഷൻസിലൂടെയൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഹൗ ക്യാൻ വി മിനിമൈസ് എ ലോജിക്കൽ ഫംഗ്ഷൻ എന്നുള്ളതാണ്. Okay, so let's see, there are two basic methods to minimize a logical function. So എന്തിനാണ് മിനിമൈസ് ചെയ്യുന്നത്? ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ബിഫോർ, നമ്മൾ ഒരു ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യാതെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു മൈറ്റ് നീഡ് മോർ നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് ഡ്യൂറിങ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, നമ്മൾ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗേറ്റ് മതിയാവുന്ന സ്ഥലത്ത് നിങ്ങൾ മിനിമൈസ് ചെയ്തില്ലെങ്കിൽ യു മൈറ്റ് നീഡ് സംതിങ് ലൈക്ക് 10 or 15 ഗേറ്റ്സ്. ഓക്കെ, സെയിം ഇക്വേഷൻ. സോ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മിനിമൈസേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഫങ്ഷണൽ മിനിമൈസേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനെ നമ്മൾ മിനിമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെയാണ്. ഓക്കെ, സോ ബേസിക്കലി ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് like using boolean algebra. We have discussed what boolean algebra is, and second method is using Karnaugh map. So Karnaugh map വളരെ കോമൺ ആയിട്ട് പിന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിജിറ്റൽ എക്സ്പ്രഷൻ മിനിമൈസേഷൻ ടെക്നിക്കാണ് Karnaugh മാപ്പ്. ഓക്കെ, Karnaugh മാപ്പിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. സോ യുവർ ക്രിയേറ്റിവിറ്റി മാറ്റേഴ്സ്. സോ എത്രത്തോളം നിങ്ങൾ ക്രിയേറ്റീവ് ആവുന്നോ അത്രത്തോളം ഇക്വേഷൻസ് മിനിമൈസ് ആവും. I will show you ക്രിയേറ്റിവിറ്റീൻ്റെ പാർട്ട് എവിടെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് വെർ സയൻസ് ഡയറക്ട്ലി റിലേറ്റ്സ് വിത്ത് ക്രിയേറ്റിവിറ്റി ഓഫ് യുവർ മൈൻഡ്. ഓക്കെ, ദാറ്റ് ഇസ് Karnaugh മാപ്പ്. സോ ആദ്യം നമുക്ക് ഇക്വേഷൻ വൈസ് എങ്ങനെയാണ് പിന്നെ അല്ലെങ്കിൽ ബൂളിയൻ ആൾജിബ്ര വൈസ് നമുക്ക് എങ്ങനെയാണ് മിനിമൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഒന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടു Karnaugh മാപ്പ്, ആൻഡ് ദെൻ വി സീ ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് എ ലോജിക്കൽ ഫംഗ്ഷൻ യൂസിങ് Karnaugh മാപ്പ് മിനിമൈസേഷൻ. Clear? So let's see how it's done. So we'll take an example. The example is so it's the first example. Okay, it is AB plus A into B plus C plus B into B plus C. Okay, this is the first example. In just you calculate the number of gates that is needed to minimize this expression. See, ഇവിടെ ഒരു AND gate. First of all, let's see the OR gates. 1 2 3 4 OR gates, right? And then 1 2 3 3 AND gate. So 4 plus 3 is 7. So 7 ഗേറ്റ് ആണ് നമുക്ക് at the moment ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടത്. ക്ലിയർ? ഇനി നമുക്കിതൊന്ന് ബൂളിയൻ ആൾജിബ്ര വൈസ് നമുക്കിത് മിനിമൈസ് ചെയ്ത് നോക്കാം. So this will become AB plus, we just expand this, AB plus AC plus expand this BB plus BC, just you distribute it. Okay, and we always know that using Boolean law, AB plus A അല്ലെങ്കിൽ A plus A is A. Okay, so AB plus AB you can always write it as AB, then plus AC plus BB plus BC. Okay, so now E expression we can represent it as like AB plus AC plus B into 1 plus C, right? So 1 plus C is what? ഇതിനെ നമുക്ക് എഴുതാം 1 plus C is nothing but 1. So നമുക്ക് this expression will take the form AB plus AC plus B, AB plus AC plus B. Clear? Ini we can again minimize this like this, like you consider these two equations അല്ലെങ്കിൽ these two terms. Okay, ഈ രണ്ട് terms consider ചെയ്യുക. So you can always take B as output. So you can write 1 plus A plus AC. ഇങ്ങനെ എഴുതാലോ. That is ഈ രണ്ട് terms മാത്രം. Okay, so you take B from here. So this is 1 plus A plus AC, and 1 plus A is again 1, so you can always write B plus AC. See, this is the minimized form.
സോ 7 ഗേറ്റ് വേണ്ട സ്ഥലത്ത് we can use only 2 gates, അല്ലെങ്കിൽ we have to use only 2 gates, ഒരു AND ഗേറ്റും ഒരു OR ഗേറ്റും. So that's the beauty. So that's why we need to minimize, see, from all the way from here to here. So that's the reason we minimize an expression. Okay, നമ്മൾ എക്സ്പ്രഷൻ മിനിമൈസ് ചെയ്യേണ്ട സി 7 എന്നുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇത് 2 എന്ന് പറഞ്ഞ ഒരു, സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 ഗേറ്റാണ് നമ്മൾ, 7 ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സിംഗിൾ ഗേറ്റ് വിൽ ടേക്ക് ദാറ്റ് മച്ച് ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ. ഗേറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ട്രാൻസിസ്റ്റേഴ്സ്. ക്ലിയർ? അത് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അത് ആ ഒരു 7 ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റിൽ ചുരുങ്ങിയത് ഒരു 3 ട്രാൻസിസ്റ്റർ വെച്ച് നമുക്കൊന്ന് ആവറേജ്. സോ ദാറ്റ് മച്ച് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് in if you want to use 7 gates. If you want 2 gates, you reduce number of transistors. So ഇത് എന്തിലേക്കാണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? If you reduce the number of gates, the number of transistors or silicon is getting reduced, and if you reduce the number of transistors, the space that you need to implement these circuits or this expression is reduced. So basically ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ടി വിയും ഇന്നത്തെ ടി വിയും, അല്ലെങ്കിൽ പണ്ടത്തെ റേഡിയോവും ഇന്നത്തെ റേഡിയോവും. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അല്ലെങ്കിൽ പണ്ടത്തെ മൊബൈൽ ഫോണും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും. സോ ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ റിയൽ ലൈഫ്. യു മിനിമൈസ് യുവർ പ്രോബ്ലം. ഓക്കെ, അത് പ്രോബ്ലത്തിനെ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഹിയർ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയൊരു ഇക്വേഷനെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, യു ആർ അപ്ലൈയിങ് ദ ഫൗണ്ടേഷൻ ലോ. നമ്മൾ ഫൗണ്ടേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലത്തിനെ വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുക. സോ വെൻ യു ഡിഫൈൻ എ പ്രോബ്ലം ഇൻ എ സിംപ്ലിഫൈഡ് ഫോം, ദി ഇംപ്ലിമെൻറ്റേഷൻ വിൽ ഓൾസോ ബിക്കം വെരി സിമ്പിൾ. സോ ദാറ്റ്സ് ദ റിലേഷൻഷിപ്പ്. ക്ലിയർ? ഐ വിൽ ഗോ വിത്ത് one more example. So say the second example is like a plus ab plus a b bar c. So a plus ab plus a b bar c. You can give it a try yourself. So as we can see, we can start with a into 1 plus b plus a b bar c. Okay, so here 1 plus b is nothing but 1, so you can write a plus a b bar c. Again you can take a as a common thing, so this is 1 plus b bar c. Okay, so 1 plus b bar c is nothing but 1, so what you are getting here is a. See, സോ ഇങ്ങനൊരു എക്സ്പ്രഷൻ, ഒരു സിംഗിൾ എക്സ്പ്രഷനായിട്ട് നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം. സോ യു ഡോണ്ട് ഹാവ് ടു ഹാവ് ദീസ് ഇക്വേഷൻസ് ഹിയർ, അല്ലെങ്കിൽ ഈ ഫങ്ഷൻസിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് യു നീഡ് ടു ഹാവ് ഓൺലി വൺ സിംഗിൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ ബിൻ്റെയും സിൻ്റെയും ഒരു നീഡ് അവിടെ വരുന്നില്ല ഇഫ് യു ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ എക്സ്പ്രഷന് എ മാത്രം മതി എന്നുള്ളതാണ് നമ്മളോട് കാണുന്നത്. ബി ആൻഡ് സി ക്യാൻ ബി എനിത്തിങ്, ബട്ട് ഡസൻറ്റ് മാറ്റർ വിത്ത് ദി ഔട്ട്പുട്ട് ഓഫ് ദി എക്സ്പ്രഷൻ. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. ക്ലിയർ? സോ ഇങ്ങനെ ഇതാണ്. സോ ഒന്നാലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു വലിയ ഇക്വേഷൻ ഹാസ് ടേൺഡ് ഇൻ ടു എ സിംഗിൾ വേരിയബിൾ. സോ ദിസ് ഈസ് ദ റീസൺ വൈ വി നീഡ് ടു മിനിമൈസ് ദി എക്സ്പ്രഷൻസ്. ക്ലിയർ? ഇനി ഇതേ എക്സ്പ്രഷൻസ് നമുക്ക് like if you just if you just draw this like you need an OR gate, okay, and just give a 1 here, and you need an AND gate. So this is b bar and this is c. So this is b, this is c, and this is 1. Yeah, so this is how you represent this small thing, like year part. Okay, അതായത് 1 plus b bar c, 1 plus b bar c could be represented like this. ഓക്കെ, സോ ഈ മൊത്തം പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എവർ ഇവിടെ എന്തുണ്ടെങ്കിലും, ഞാനതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ
ഇവിടെ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടിനെ സി ബി ബാർ. സോ ഹിയർ യു ഹാവ് ബി ബാർ ആൻഡ് ദെൻ സി. ക്ലിയർ? ഞാനൊന്നും കൂടി ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാം. സോ ദിസ് എക്സ്പ്രഷൻ വിൽ ടേക്ക് ദ ഫോം ലൈക്ക് ദിസ്. സോ imagine this is B and this is C input, and this is, here it becomes B bar. So B bar into C and then plus 1. So here it is 1. Okay, so this is the output of this single thing. Okay, ഈ A ഇല്ല, ഈ ഒരു പാർട്ട് മാത്രം 1 plus B bar C, അതാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ 1 plus B bar C. സോ 1 plus B bar C എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടിന്, ദിസ് പാർട്ട്, ഈ ഒരു പാർട്ട് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിനൊരു ദാറ്റ് ഇസ് നോ ഇംപ്ലിക്കേഷൻ ഇൻ ദി സർക്യൂട്ട്, ബിക്കോസ് ദിസ് ഇൻപുട്ട് ഈസ് ഓൾവേസ് 1. ഈ ഇൻപുട്ട് ഓൾവേസ് 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ എ ആയി മാറിയത് സാധനം. ഓക്കെ, ഈ ഇൻപുട്ട് ഓൾവേസ് 1 ആണ്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ നിങ്ങളിവിടെ എന്ത് ബീനും സീനും എന്ത് വാല്യൂ കൊടുത്താലും ഡസൻ കെയർ, വാട്ട് എവർ, ഐ മീൻ ദ ഔട്ട്പുട്ട് വിൽ ഓൾവേസ് ബി 1. വൈ എപ്പോഴും 1 ആയിരിക്കും. Y is always 1. Whether you give 0 or 1 or anything for B and C, the output will always be 1. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. എ എന്ന് പറഞ്ഞ ഇൻപുട്ടിനെ മാത്രമായിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ അതിന് ഞാനൊന്ന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തതാണ് ഇവിടെ. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ യു മിനിമൈസ് യൂസിങ് ബൂളിയൻ ആൾജിബ്ര. Okay, clear? Okay, now we will see how we can minimize an expression using Karnoff map. So Karnoff map എന്ന് വെച്ച് കഴിഞ്ഞാൽ for 2 variable, for 3 variable, for 4 variable, the map structure is different. Okay, അതായത് നമ്മൾ യൂസിങ് റോസ് ആൻഡ് കോളംസ് ആണ് നമ്മൾ Karnoff map ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, say for example if you have 2 variables, the representation will be like this. Okay, say you have 2 variables, say A and B. So in the equation you have 2 variables. So ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക് മിനിമൈസേഷൻ ഓഫ് എക്സ്പ്രഷൻസ് using Karnoff map. Okay, so you have 2 variables. So you represent these 2 variables in the form of matrix like this. Okay, so this part will take A and this part will take B, and you write all the combinations possible. എയിനും ബിയിനും ഉള്ള എല്ലാ കോമ്പിനേഷൻസും നമുക്കിവിടെ എഴുതാം. ഓക്കെ, സോ എയിന് ഉള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് പോസിബിൾ? ഓൺലി 2 കോമ്പിനേഷൻസ്, ദാറ്റ് ഈസ് എ ബാർ ആൻഡ് എ, ദാറ്റ് ഈസ് 0 and 1. ഓക്കെ, എ വിൽ ടേക്ക് ഐദർ 0 or 1. ക്ലിയർ? അതേപോലെ ബിയിന് യു ഹാവ് ബി ബാർ ആൻഡ് ബി. Okay, B will also take a value 0 and 1. B bar is 0 and B is 1. So this is how you represent a equation which is having only 2 variables, A and B. Okay, suppose if you have 3 variables, okay, an equation consisting of 3 variables A, B and C. അങ്ങനെയാണെങ്കിൽ you will use like 8 cells. Okay, 8 cells. This will have AB and this will take C. This part will take C and this part will take AB. AB, all the combinations, you know all the combinations, right? 0 0 0 1 1 0 1 1. ഇതാണ് combinations possible with A and B. I mean AB together. Okay, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So AB together possible ആയിട്ടുള്ള combinations ഇതൊക്കെയാണ് അല്ലേ? So we start writing it here. That is, we will start it like we use variable itself. So നമുക്ക് minimization apply ചെയ്യാൻ വളരെ എളുപ്പമാണ്. Okay, so A bar B bar, that is 0 0, then A bar B, okay, and then A B, then A B bar. So that is the order. Okay, ഇവിടെ ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോവും. ഓക്കെ, എ ബാർ ബി ബാർ, സോ ദിസ് ഈസ് ടേക്കൻ കെയർ ഓഫ്. എ ബാർ ബി ബാർ, ദെൻ എ ബാർ ബി 0 1, ദിസ് ഈസ് ടേക്കൻ കെയർ ഓഫ്. ദെൻ എ ബി ആണ്, എ ബി ബാർ അല്ല, എ ബി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് എ തേർഡ്
1. That's very, very important. Okay, ഇത് എപ്പോഴും തെറ്റിക്കുന്ന ഒരു പോയിൻ്റാണ്. സോ ദ തേർഡ് വൺ വിൽ ടേക്ക് ദിസ് കോമ്പിനേഷൻ, അതായത് 1 1 എന്നുള്ള കോമ്പിനേഷനാണ് തേർഡ് വൺ എടുക്കുക. സോ ദറ്റ് ഇസ് എ ബി ആൻഡ് ഫോർത്ത് വൺ ഈസ് എ ബി ബാർ. സോ ദിസ് ഈസ് 1 2 3 and 4. So that's the order. ഓക്കെ, ഇനി ഈ ഓർഡറിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു കോഡിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഓർഡർ ഉള്ളത്. ആൻഡ് ദാറ്റ് കോഡിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് ഗ്രേ കോഡിംഗ്. ഗ്രേ കോഡിംഗ് എന്നാണ് നമ്മൾ പറയുക. ഇറ്റ്സ് നോൺ ആസ് ഗ്രേ കോഡിംഗ്. ഓക്കെ, അതായത് ഒരു ഡിജിറ്റിൽ നിന്ന് അടുത്ത ഡിജിറ്റിലേക്ക് ഒരു ചേഞ്ച് മാത്രം, അല്ലെങ്കിൽ ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് ഒരു ചേഞ്ച് മാത്രം ഉള്ള സിസ്റ്റം ഓഫ് കോഡിങ്ങിനെയാണ് നമ്മൾ ഗ്രേ കോഡിംഗ് എന്ന് പറയുക. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കിയേ, എ ബാർ ബി ബാർ, എ ബാർ അതേപോലെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്തു, ബി ബാർ ബിക്കംസ് ബി. ഇനി ഈ ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് എ ബാർ ബി, ഇവിടെ എ ബാർ ടേൺസ് ടു എ ആൻഡ് ബി റിമെയിൻസ് ദ സെയിം, ബി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഐ ജസ്റ്റ് റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. സോ ഹിയർ ബി ബാർ ഗോസ് ടു ബി, എ ബാർ ആൻഡ് എ ബാർ ഇസ് ദ സെയിം. ഹിയർ എ ബാർ ഈസ് എ ചേഞ്ച്, അല്ലെങ്കിൽ എ ആണ് ചേഞ്ച് ചെയ്യുന്നത്, എ ബാർ ബിക്കെയിം എ ആൻഡ് ബി റിമെയിൻസ് ദ സെയിം. ഇവിടുത്തെ കേസ് നോക്കിയേ, ബി ബാർ. സോ എ ബിക്കെയിം എ റിമെയിൻസ് ദ സെയിം ആൻഡ് ബി ബിക്കംസ് ബി ബാർ. സോ ദിസ് ഈസ് ഹൗ ആൻഡ് ദിസ് റെപ്രസെൻറ്റേഷൻ ഈസ് നോൺ ആസ് ബി ബാർ, സോറി ഗ്രേ കോഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് എഴുതി നോക്കിയേ, ഈ ഒരു രണ്ട് കോമ്പിനേഷൻ ഒന്ന് നോക്കിയേ, രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, എയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബിയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. 0 നിന്ന് 1 ആവുന്നുണ്ട്, 1 നിന്ന് 0 ആവുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഗ്രേ കോഡ്. അപ്പോൾ നമ്മൾ കർണോഫ് മാപ്പിൽ നമ്മൾ ഒരു സിംഗിൾ സൈഡിൽ 2 ടേം റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഒരു വേരിയബിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് ഒരു ചേഞ്ച് മാത്രമേ വരാൻ പാടുള്ളൂ. ആൻഡ് ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ഗ്രേ കോഡിംഗ് സിസ്റ്റം. ക്ലിയർ? സോ ഇതാണ് കർണോഫ് മാപ്പിൻ്റെ ബേസ്. ഓക്കെ, സോ 2 വേരിയബിൾ എക്സ്പ്രഷൻ ആണെങ്കിൽ, എയും ബിയും മാത്രമുള്ള എക്സ്പ്രഷൻ ആണെങ്കിൽ യു നീഡ് 4 cells. Okay, and if you have 3 variables like a, b and c, expression consists of 3 variables, then you need 8 cells. So what does that mean? If the number of variable is n, okay, if number of variable is n, you will need 2 to the power n number of cells. അതാണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് n വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഹിയർ n is 3, so 2 to the power 3 is 8. Okay, 8 cells. So here n is 2, 2 to the power 2 is 4 cells. Okay, ഇനി 4 വേരിയബിളുള്ള സിസ്റ്റം ആണെങ്കിലോ 2 to the power 4 which is 16 അല്ലേ, 16 സെൽസ് ഉണ്ടാവും. സോ 16 സെൽസിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? സോ ഐ വിൽ ജസ്റ്റ് ഡ്രോ ഇറ്റ് ഹിയർ. സോ യു ഹാവ് 16 cells to represent. Okay, okay, so you have 16 cells here. We can see 16 cells. ഇനി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ്. സോ ദിസ് പാർട്ട് വിൽ ടേക്ക് എ ബി ആൻഡ് ദിസ് പാർട്ട് വിൽ ടേക്ക് സി ഡി. കാരണം 4 ടേംസ് ഉള്ളത്, എ ബി സി ഡി. ആ എക്സ്പ്രഷനിൽ 4 ടേംസാണ് ഉണ്ടാവുക, എ ബി സി ഡി. സോ എ ബി ഈ സൈഡും സി ഡി ഈ സൈഡും ഒക്യുപ്പൈ ചെയ്യും. ക്ലിയർ? അതിൻ്റെ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, സോ യു ജസ്റ്റ് start with that, a bar b bar, a bar b, a b and a b bar, and here it is c bar d bar. Okay, c bar d, then c d and then c d bar. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതിയെന്നുള്ളത് ഒരു എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് എനിവേ വാട്ട്സ് എവർ, സോ ദിസ് ഈസ് ദി, ഇനി ലൈക്ക് 5 വേരിയബിൾ സിസ്റ്റം ഇയും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കം 2 to the power 5. Okay, 32 സെൽസ് വരും. വാട്ട്സ് എവർ ദ റോസ് ആൻഡ് കോളംസ് ആർ സെയിം. ഓക്കെ, ഇറ്റ്സ് എ you can call it as a square form of representation. സോ കർണോഫ് മാപ്പിൽ ഡിഫറെൻ്റ് എക്സ്പ്രഷനിൽ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ അതിൻ്റെ റിലേഷൻഷിപ്പ് 2 to the power n ആണ്, അത്രയും നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവും. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് 2, it is 4, it is 3, it is 8 and it is 4 വേരിയബിൾ സിസ്റ്റം, it is 16 സെൽസ്. ഇത് ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഗ്രേ കോഡിംഗ് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇഫ് യു ജസ്റ്റ് ഇതൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മിനിമൈസേഷനും മാറിപ്പോവും. ക്ലിയർ?
ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഗ്രേ കോഡിംഗ് വെച്ചിട്ട് മിനിമൈസേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം.